ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ നിരത്തുകയാണ് ഹൈക്കോടതി. 14 പാളികൾ ഉരുക്കിയതിൽ നിന്ന് 409 ഗ്രാം സ്വർണം കാണാനില്ലെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. അധികം വന്ന സ്വർണം കൽപേഷ് എന്നയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറി എന്നാണ് കണ്ടെത്തൽ. ദേവസ്വം ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് ഗുരുതര ക്രമക്കേട് നടത്തിയെന്നാണ് അതിന് തെളിവുകളാണ് ഇന്ന് പുറത്തുവരുന്നത്. ആദ്യം RDX റാം. 989 ഗ്രാം സ്വർണ്ണമാണ് കട്ടിളപ്പാളിയിൽ ആകെ ഉണ്ടായിരുന്നത്. അറ്റകുറ്റപ്പണിക്ക് ശേഷം 394.9 ഗ്രാം സ്വർണം മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ചുള്ളൂ. 14 പാളികളിൽ നിന്നുള്ള സ്വർണ്ണമാണ് ഉരുക്കിയെടുത്തത്. വേർതിരിച്ചെടുത്ത 409 ഗ്രാം സ്വർണ്ണത്തിൽ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതോടെ ഇത്രയും സ്വർണം മോഷ്ടിക്കപ്പെട്ടെന്നും വ്യക്തമായിരിക്കുകയാണ്. ബാക്കി വന്ന സ്വർണം ഖരരൂപത്തിൽ കൽപേഷ് എന്നയാൾക്ക് കൈമാറി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ കൽപേഷിൽ നിന്ന് സ്വർണം എവിടേക്ക് പോയി എന്നതിന് ഉത്തരമില്ല. ഈ സ്വർണം ദേവസ്വം ബോർഡിനെ തിരിച്ചേൽപ്പിച്ചതായി രേഖകളിലുമില്ല. ഇതോടെ അടിമുടി ദുരൂഹതയേറുകയാണ്. ദേവസ്വം മഹസറിൽ ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് മഹേശ്വരര്, അന്ന് മേൽശാന്തിയായിരുന്ന VN വാസുദേവൻ നമ്പൂതിരി, മുരാരി ബാബു എന്നിവരടക്കമുള്ളവർ മഹസറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനും കോടതിക്കും ഒരേ നിലപാടാണ് എന്ന് മുഖ്യമന്ത്രി. സ്വർണം നഷ്ടമായതിൽ ഗൂഢാലോചന നടന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്ന പോലെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും പങ്ക് പുറത്തുവരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ട് ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവർ നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടണം. അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും. ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. ആ അന്വേഷണം നടന്നാലുണ്ടാകുന്ന ഗുണം, ഇതിലാരൊക്കെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, ആരൊക്കെ പുറമേ നിന്ന് സഹായിച്ചിട്ടുണ്ട്, പുറമേ നിന്നുള്ള പങ്കാളിത്തം ആർക്കൊക്കെയുണ്ട്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ എത്തപ്പെടും. അത് വരെ കാക്കാം നമുക്ക്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയും നിലപാടുകളും സ്വാഗതാർഹമാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. നഷ്ടപ്പെട്ട സ്വർണം തിരികെ കൊണ്ടുവരും. ദേവസ്വം വിജിലൻസ് ഇതുവരെ നടത്തിയത് സമഗ്രമായ അന്വേഷണമാണെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷമുണ്ടാകുന്നത്. ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടുവരിക എന്നത് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു തരി പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദിശയിൽ കൊണ്ടുവരാനും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കുന്നു. ദേവസ്വം ബോർഡും സർക്കാരും മറച്ചുവെച്ച കാര്യങ്ങൾ ഹൈക്കോടതി പുറത്തു കൊണ്ടുവരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ദ്വാരപാലക ശില്പം കോടീശ്വരന് വിൽക്കാൻ കൂട്ടുനിന്നവർ നിയമത്തിന് മുന്നിൽ വരണമെന്നും VD സതീശൻ പറഞ്ഞു. സത്യസന്ധമായി ഇവരിത് അന്വേഷിക്കുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എല്ലാം പ്രതി ചേർത്ത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരാളെ ഒഴിവാക്കാതെ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിൽക്കാൻ കൂട്ടുനിന്നവരെല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ വരണം. അതാണ് ആഗ്രഹിക്കുന്നത്. അയ്യപ്പ ഭക്തർ കേരളത്തിൽ ആഗ്രഹിക്കുന്ന അതാണ്. ആ തരത്തിൽ അന്വേഷണം നടക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ശബരിമലയിലെ വിവാദങ്ങളിൽ CBI അന്വേഷണം തന്നെ വേണമെന്ന് BJP നേതാവ് V മുരളീധരൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ കൂടി മാത്രമേ വസ്തുതകൾ പുറത്തുവരികയുള്ളൂ എന്നും V മുരളീധരൻ പറഞ്ഞു. ഈ അന്വേഷണം ഇപ്പൊ കോടതി തന്നെ ഏതാണ്ട് സർക്കാരിനോട് റിപ്പോർട്ട് കൊടുക്കരുത്, ദേവസ്വത്തിന് റിപ്പോർട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഭംഗ്യന്തരേണ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ പുറത്തു വരുള്ളൂ, പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ. സ്വർണത്തിൽ തിരിമറി നടന്നു എന്നത് ഞെട്ടലുണ്ടാക്കിയെന്ന് തന്ത്രി കണ്ഠരര് രാജീവര്. വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കുന്ന വാർത്തയാണത്. സത്യം പുറത്തു വരണമെന്നും രാജീവര് പറഞ്ഞു. ഈ ഒരു വാർത്ത ഞെട്ടലോടുകൂടിയാണ് ശ്രമിക്കാൻ സാധിച്ചത്. ഇത്രയും സ്വർണമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വലിയ വിഷമം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണിത്. ബഹുമാനപ്പെട്ട കോടതി
ഭംഗിയായി അന്വേഷണം നടക്കട്ടെ. കോടതിയിൽ വിശ്വാസമുണ്ട്. കോടതിയുടെ ഉത്തരവിനെ ഞാൻ ബഹുമാനിക്കുന്നു. അത് നല്ല രീതിയിൽ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ 9 ഉദ്യോഗസ്ഥർ പ്രതികളായേക്കും. 9 ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിച്ചാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. 2 ദേവസ്വം കമ്മീഷണർമാർക്കും ദേവസ്വം സെക്രട്ടറിക്കും ഉൾപ്പെടെ വീഴ്ചയെന്നാണ് റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് SP P ബിജോയ് അടക്കം 3 ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണ സംഘത്തിലുണ്ട്. സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിൽ ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിന് രഹസ്യ സ്വഭാവമാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയും കുറവാണ്. ശബരിമലയുടെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്ക് അമിക്കസ് ക്യൂറി രേഖപ്പെടുത്തും. ഇതിനായി അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരൻ ശബരിമല സന്ദർശിക്കും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് 6 ആഴ്ചത്തെ സാവകാശമാണുള്ളത്. കേസിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി മുദ്രവച്ച കവറിൽ കോടതിയെ അറിയിക്കണം. പിടിച്ചെടുത്തിട്ടുള്ള രേഖകളുടെ പകർപ്പ് ഹൈക്കോടതി രജിസ്ട്രാറുടെ സേഫ് കസ്റ്റഡിയിൽ നൽകണം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ വിറ്റഴിച്ചു എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനിദോഷം അകറ്റാനും ഐശ്വര്യത്തിനും എന്ന പേരിലാണ് സ്വർണ്ണപ്പാളി വിറ്റത് എന്നും പറയുന്നു. സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ്. മഹസറിൽ രേഖപ്പെടുത്തിയത് സ്വർണം എന്നല്ല, ചെമ്പുപാളി എന്നാണ്. ശബരിമല പുണ്യം പൂങ്കാവനം പദ്ധതിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിവ് നടത്തി. ADGP MR അജിത് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഈ ഗുരുതരമായ കണ്ടെത്തലുമുണ്ട്. റിപ്പോർട്ടിൽ നടപടി വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പക്ഷേ സർക്കാർ നടപ്പാക്കിയിരുന്നില്ല. വിദേശത്ത് നിന്ന് പോലും ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർന്നും സഹകരിപ്പിച്ച സർക്കാർ ദേവസ്വം നീക്കം ദുരൂഹമാണ് എന്ന വിലയിരുത്തലുമുണ്ട്. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. പാത്രത്തിലും ഈ മോഷണം ഉണ്ടായി എന്നുള്ളതാണ്. ശബരിമലയിൽ 1.5 കോടിയുടെ പാത്രം അഴിമതി നടന്നു എന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. 1.5 കോടി രൂപയുടെ പാത്രം വാങ്ങിയെന്ന വ്യാജരേഖകൾ വിജിലൻസ് കണ്ടെത്തി എന്നതാണ് ഇതിലെ വിവരം. സനീഷ്, ഇതിപ്പോൾ പലതരത്തിലുള്ള മോഷണം, എന്തായാലും മോഷ്ടിച്ച സ്വർണം എത്ര, ഇതിൽ സ്വർണം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ ഏതാണ്ടൊരു വ്യക്തത വന്നിരിക്കുന്നു. ഇപ്പോൾ വിജിലൻസിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിധിയിലൂടെ ഏതാണ്ട് കുറേ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മനസ്സിലാകാവുന്ന തരത്തിൽ പുറത്തുവിട്ടിട്ടുമുണ്ട്. നിശ്ചയമായിട്ടും ഇതിപ്പോൾ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന ആദ്യം മുതലേയുള്ള ചിന്തയെ ഉറപ്പിക്കുന്നതായി കാര്യങ്ങൾ. അതായത് ഒന്ന്, സ്വർണം മോഷണം പോയിട്ടുണ്ട്. അത് ശബരിമല പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇനി തള്ളിക്കളയാൻ പറ്റാത്ത വിധം സ്ഥാപിക്കപ്പെട്ടു. അത് ഈ പോറ്റിയുടേത് മാത്രമായിട്ട് പുറത്തു വന്നു. അമ്പലം കള്ളന്മാരായിട്ടുള്ള അമ്പലം വിഴുങ്ങി പോറ്റിമാർ എത്ര പേരുണ്ട് ഇനിയും? അല്ലെങ്കിൽ ഈ ശബരിമലയെ ഇങ്ങനെ തട്ടിപ്പിന് വിധേയമാക്കുന്ന എത്രയോ സംഘങ്ങൾ ഉണ്ടാവുകയില്ലേ എന്ന സംശയം നാട്ടുകാർക്കുള്ളിൽ വരാൻ ഈ സംഭവം ഉപകരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കരുതുന്നത് ശബരിമല പരിപാവനം എന്നതുപോലെ തന്നെ അത്രയ്ക്ക് സുരക്ഷിതമായിട്ടും പരിപാലിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്നാകുമല്ലോ. അതിന് ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള സംഗതി പോലും പുറത്തേക്കോ അകത്തേക്കോ പോകുമ്പോൾ വേണ്ട രജിസ്റ്റർ ഉണ്ടാകും, വേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുക എന്ന് നമ്മൾ കരുതിയിരുന്നിടത്ത് നിന്ന് സ്വർണം തന്നെയും കടത്തിക്കൊണ്ടുപോകാൻ, അത് ചെമ്പുപാളി എന്ന് എഴുതുക എന്ന് വെച്ചാൽ സിസ്റ്റമിക് ആയിട്ടുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി അവിടെ കയറുന്നൊരു മോഷണം നടത്തുകയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അമ്പലം മോഷണം നടക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്, രാത്രി മറവിൽ ചെന്നിട്ട് ഭണ്ഡാരം മോഷണം നടത്തുക, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയും അരുതുന്നുകൊണ്ട് അവർ തന്നെയും നേതൃത്വം നൽകിക്കൊണ്ട് ഇത് സ്വർണ്ണമല്ല ചെമ്പുപാളിയാണെന്നൊക്കെ എഴുതിയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ പലതരത്തിൽ സിസ്റ്റമിക്കായിട്ടുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതിലൊരാളാണ് ഈ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വന്നിരിക്കുന്നു എന്ന് നമ്മളിപ്പോൾ കാണുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാമോ, അതായത് ഈ പോറ്റി മാത്രമായിരിക്കും ഇത്, ഈ പോറ്റിയുടെ വ്യക്തിപരമായിട്ടൊരു തട്ടിപ്പായിരിക്കും, ഈ പോറ്റി മറ്റ് സംവിധാനങ്ങളിലെ ആളുകളെ ഉപയോഗിച്ചതായിരിക്കും എന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു പോറ്റിമാർ, ഞാൻ മീൻസ് മറ്റ് കള്ളന്മാരും അമ്പലം വിഴുങ്ങികളും ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കാര്യം, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാൽ അതുണ്ട്. ഇതൊരു പോറ്റിയുടെ കുഴപ്പം അല്ലെങ്കിൽ കോടതിയുടെ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന പേരുകളിലുള്ള ആളുകളുടെ കുഴപ്പം എന്ന് മാത്രം കണ്ടാൽ പറ്റില്ല. അതായത് ഈ സംവിധാനത്തെ പരിപാലിക്കാനും സുരക്ഷിതമായി വെക്കാനും ഭക്തർക്ക് അവരുടെ വിശ്വാസ കേന്ദ്രം എന്ന നിലക്ക് ആത്മീയമായിട്ടും ഒരു രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ ആകെ സ്വത്ത് എന്ന നിലക്ക് ഭൗതികമായിട്ടും സൂക്ഷിക്കാൻ ഇതിന് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൻ്റെ തലപ്പത്ത് ആളുകളുമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തട്ടിപ്പുകൾ നടക്കുമ്പോൾ അവരെന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. നമുക്കിപ്പോൾ ആത്മീയമായ കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന തന്ത്രിയോട് ചെന്ന് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഭൗതികമായിട്ട് ഇതിൻ്റെ നടത്തിപ്പ് നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ രാജകുടുംബത്തിലെ അംഗം
അങ്ങോട്ട് കൊണ്ടുപോകുന്ന പായസത്തിൻ്റെ പാത്രത്തിൽ ഇങ്ങോട്ട് സ്വർണം കടത്തുകയാണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ ഇരുന്നിട്ട് രാജകുടുംബത്തിലെ അംഗമെന്ന മട്ടിൽ ആ ഭാഗത്തൊക്കെ ഒരു ബഹുമാന്യതയൊക്കെ ഉള്ള മനുഷ്യനെ ഒരു നാണക്കേടുമില്ലാതെ ഒരു മടിയുമില്ലാതെ ആഞ്ഞടിച്ച് വാർത്താ സമ്മേളനം നടത്തി ഇത്തരം കാര്യങ്ങളെ നഗ്നമായിട്ട് എതിർത്ത VS അച്യുതാനന്ദൻ്റെ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഈ ദേവസ്വം ബോർഡിൻ്റെയും മറ്റും പ്രസിഡൻ്റായിട്ട് അവിടെ ഇരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പ്രശാന്തിനെ കുറിച്ചല്ല. ഞാൻ പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ള ആളുകളുടെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ടതാണ്. ആ അന്വേഷണത്തിൽ വരേണ്ടതാണ്. ഞാൻ പറയുന്നത് അവരാരെങ്കിലും ഈ തട്ടിപ്പ് നടത്തിയെന്നല്ല, കോടതിയും മറ്റും പറയാത്ത സ്ഥിതിക്ക് നമ്മളത് പറയേണ്ടതല്ല. പക്ഷേ അവർ അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് ഈ സ്വർണവും മറ്റും എടുത്ത് പോകുന്ന കാര്യം ഉണ്ടായത് എന്നത് അവരുടെ കാര്യക്ഷമതയെങ്കിലും വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് അവർക്ക് വീഴ്ച വന്നു കഴിഞ്ഞു, അവർ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന കാര്യം ഇപ്പോൾ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇതൊരു സിസ്റ്റമിക് പ്രശ്നമാണ്, ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല. അതുകൊണ്ട് സിസ്റ്റത്തെ തന്നെയും കൂടുതലായിട്ട് മുറുക്കുക എന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ശബരിമലയിലെ വിശ്വാസികളും കേരളത്തിലെ മുഴുവൻ ജനതയും വിശ്വാസികളല്ലാത്ത ആളുകളുടെയും കൂടെ സ്വത്താണ് ശബരിമല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് ഈ സംവിധാനത്തെ നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അവരത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇതിൽ പലതരത്തിൽ ഭക്തന്മാരെ പറ്റിക്കാം എന്നുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ളതും സങ്കടകരമാണ്. കാരണം ഇത് ചില ദോഷങ്ങൾ, ശനിദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവച്ചാൽ മതിയാകും എന്നൊക്കെ ആരെയോ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ കൊണ്ടുപോയി ആർക്കോ വിറ്റിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളികൾ എന്ന് അടക്കം റിപ്പോർട്ടിലുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലൊന്നും നിൽക്കില്ല. കാരണം ഈ സ്വർണ്ണപ്പാളികൾ മാത്രമായിരിക്കുമോ പോയിരിക്കുക? ഇപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് മറ്റേ പാത്രത്തിൻ്റെ ഒരു അഴിമതിയെക്കുറിച്ച്. 1.5 കോടി രൂപയുടെ പാത്രം വാങ്ങിയെന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് വാങ്ങിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. അതായത് ഈ അഴിമതിയേക്കാൾ വലിയ അഴിമതിയാണ് അതെന്ന് കണക്കാക്കേണ്ടത്. കാരണം ഇത് 10-35 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വരെയുടെയൊക്കെയുള്ള സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ കണക്കാക്കാമെങ്കിൽ അത് 1.5 കോടി രൂപ വെറുതെ എഴുതിയെടുത്തിരിക്കുകയാണ് പാത്രം വാങ്ങി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു പാത്രം അവിടെ ഇല്ല. വിജിലൻസ് ആഞ്ഞ് തപ്പിയിട്ടും അങ്ങനെ പാത്രം അവിടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ എല്ലാ ഉത്തരവാദികളെ കണ്ടെത്തണം. ഈ 9 ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ മാത്രം ഉൾപ്പെടുന്നവരാണോ അതോ മറ്റെല്ലാ കേസുകളിലും ഉൾപ്പെടുന്നവരാണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ചില പേരുകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിലും കുറെ കൂടി പേരുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അതെ, ഇതുവരെ കേൾക്കാത്ത പേരുകളുണ്ട്. പല പേരുകളും അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ 2019 ഇതിൻ്റെ എല്ലാം ഉത്തരവാദികളായിരുന്നവർക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് മാത്രമല്ല, അന്ന് തന്നെ ഉയർന്നിരുന്ന പല ആരോപണങ്ങളിൽ ഒന്ന് ഈ ദേവസ്വം ബോർഡും വകുപ്പും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെയാണ് പോകുന്നത്. സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും തമ്മിൽ ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ആരോപണം അന്നേ ഉയർന്നിരുന്നു. അത് ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിലെ ഈ പാരമ്പര്യം സംബന്ധിച്ച മൂപ്പിളമ തർക്കം അടക്കം അതിനകത്ത് ഘടകമായിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ വിചിത്രമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അങ്ങനെയല്ലല്ലോ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മൂത്തയാൾ ഞാനാണോ അല്ലെങ്കിൽ ഇളയയാൾ അവനാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് ഒരു സിസ്റ്റത്തിൽ ഇടപെടാൻ പറ്റുന്ന സാഹചര്യമില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല. പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ ആ മട്ടിൽ നിരുത്തരവാദപരമായാണ് കാര്യങ്ങൾ നടന്നത് എന്നത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിന് സമ്പൂർണ്ണമായി സഹായം ചെയ്തു കൊടുത്ത ആ ഏജൻസി ഉണ്ടല്ലോ, മറ്റേ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞാൽ പഠിച്ച കള്ളന്മാരാണെന്ന് ഏതാണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതിനകത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ കോടതിയുടെ വലിയ വിലയിരുത്തലിലേക്ക് ഒന്നും നമ്മൾ എത്തേണ്ടതില്ല, അതിന് മുമ്പ് തന്നെ ഉറപ്പിക്കാം. കാരണം ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന ഉടനെ അവരെന്താ പറഞ്ഞത്, ഞങ്ങളിവിടെ ഒരിക്കൽ സ്വർണം പൂശിയതിൽ ഒന്നും ചെയ്യാറില്ല. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഒരിക്കൽ സ്വർണം പൂശിയതോ ചെമ്പിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ, അത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് അവരുടെ അഭിഭാഷകൻ തന്നെ, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെതായുള്ള അഭിഭാഷകൻ തന്നെ ആവർത്തിച്ച് എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തെളിയുന്നത് എന്താ, അവരുടെ തന്നെ മൊഴിയെടുത്ത് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്, ഈ സ്വർണം ഉരുക്കിയെടുത്തിട്ട് അതിൽ ഇത്ര ഗ്രാം അവർ കൈവശം വെച്ചിട്ട് ഇത് പൂശാനെടുക്കുന്നു, ബാക്കി കട്ടിയാക്കി ഇയാളുടെ ഉണ്ണികൃഷ്ണൻ്റെ പോറ്റിയുടെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്നു. ഇത്രയും സംഭവിച്ചു. എന്നിട്ടാണ് അവിടെ പൂശിയിരിക്കുന്നതെന്ന് ഓർക്കണം. അതായത് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ നേതാവ് ഈ സ്വർണ്ണപ്പാളി കോടീശ്വരന് വിറ്റു എന്ന് പറയുന്നത് അത് അതേപടി ആയിരിക്കില്ല, അതിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണ്ണത്തെക്കുറിച്ചായിരിക്കും ഈ പറയുന്നതെന്ന് തോന്നുന്നു. കാരണം അത് പിന്നെ പൂശിയാണ് തിരിച്ചു കൊടുത്തു വിടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ഇനി അത് പിന്നെ വേറെ പണിത് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിനി ഇപ്പോൾ അറിയില്ല. എന്തായാലും ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ള അത്ഭുതമാണ് സത്യത്തിൽ എനിക്ക്. സനീഷ, ഞാൻ ഇത്രയും വളരും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും ഞാനത് ആ നിലയ്ക്ക് കരുതിയിരുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമോ?
എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു തോന്നൽ. പക്ഷേ ഇതിങ്ങനെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നാണ് ഈ പ്ലേറ്റിങ്ങിനായി 404 ഗ്രാം സ്വർണം എടുത്തിരിക്കുന്നത്. 409 ഗ്രാമാണ് കാണാതായിരിക്കുന്നത്. ആ വിവരങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 7 കട്ടിളപ്പടികളിൽ നിന്ന് ഈ സ്വർണം ഊറ്റിയെടുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. 14 ദ്വാരപാലക പാളികളിൽ നിന്നും. അപ്പോൾ കട്ടിളപ്പടിയും ദ്വാരപാലകരുടെ പാളിയും ഇത് രണ്ടിൽ നിന്നും അവിടെ ഊറ്റി നടന്നിട്ടുണ്ട്, സ്വർണം ഊറ്റിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ മുഴുവൻ ആളുകൾ, ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരിക്കുന്നവർ മാത്രമല്ല, ഇതിന് കൂട്ടുനിന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള ആളുകളെ കൂടി പ്രതി ചേർത്ത് വേണം ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ. ഭക്തരുടെ വിശ്വാസത്തിന് വലിയ, അല്ലെങ്കിൽ ഭക്തരുടെ വികാരത്തിന് വലിയ മുറിവേൽപ്പിക്കുന്ന സംഗതി തന്നെയാണ് ഈ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല സിസ്റ്റം അതിനെ നോക്കാൻ സർക്കാർ ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ സംവിധാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിങ്ങനെ ഒരു മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല എന്ന കാര്യത്തിലും സംശയമില്ല. മതേതര കേരളത്തിൽ മറ്റാരാധനാലയങ്ങളിൽ നിന്ന് വേറിട്ടൊരു സ്ഥാനമാണ് ശബരിമലയ്ക്കുള്ളത്. ജാതി മത ചിന്തകളുടെ അതിർവരമ്പുകൾക്ക് അപ്പുറമാണ് ശബരിമല. അതുകൊണ്ട് തന്നെയാണ് ലക്ഷോപലക്ഷം ഭക്തർ കാനനവാസനെ കാണാൻ മല കയറിയെത്തുന്നത്. ധനികരായ വ്യവസായികൾ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ ശബരിമലയ്ക്ക് നിർലോഭമായാണ് കാണിക്കയും വഴിപാടുമൊക്കെയായി പണം നൽകാറ്. ആ പണമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ 1000-ഓളം ക്ഷേത്രങ്ങളുടെ നിത്യവൃത്തിക്കടക്കം ഉപയോഗിക്കുന്നത്. ദേവന് ഭക്ത്യാദരപൂർവ്വം സമർപ്പിക്കുന്ന സ്വർണം അടക്കം അടിച്ചു മാറ്റുന്ന അമ്പലം വിഴുങ്ങികൾ ആരായാലും അവരെ കണ്ടെത്തണം. പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ. കേരളത്തിനാകമാനം നാണക്കേടായിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല പ്രതിയെന്ന് പകൽ പോലെ വ്യക്തമാണ്. 6 ആഴ്ചയ്ക്കകം ഹൈക്കോടതി മുമ്പാകെ റിപ്പോർട്ട് വരുമ്പോൾ പോറ്റിയവരും അഴിക്കുള്ളിലാകണം.